നിങ്ങള് ഈ ചോരക്കളത്തിൽ ഭഗവതി എന്ന് കേട്ടിട്ടുണ്ട്? ഞാനിത് ഈ ഒരു കൊല്ലം ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മള് കൊടുവള്ളിക്കടുത്തുള്ള ചെറുക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം കലശവും കാഴ്ചയൊക്കെ കാവിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മള് ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പിന്നെ ചൂട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ചേരം ഫാന്റെ മുന്നിലൊക്കെ നിന്നിട്ട് പിന്നെ അവിടെ പോയി ചോരക്കളത്തിൽ ഭഗവതി പുലർച്ചെ 2 മണിക്ക് ഇറങ്ങുവാന്ന് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ കാണാന്ന് വെച്ചിട്ട് നേരത്തെ പോയിട്ട് അവിടെ ഈ അമ്പലത്തില് ഞാനൊരു 5-6 കൊല്ലം മുന്നേ ഒരു പകല് സമയത്ത് ഉത്സവത്തിന് വന്നതാണ് കേട്ടോ. ഇതിപ്പോ ആദ്യമാണ് ഈ രാത്രിയൊക്കെ വരുന്നത്. അങ്ങനെ കലശമൊക്കെ കാവിന്റെ ഉള്ളിൽ കയറി വലം വെക്കലും പിന്നെ ഒരു 4-5 ദേവിയുടെ നേർച്ച വഴിപാടുകളും പിന്നെ വാണവൻ തെറയൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ തെറ കഴിഞ്ഞ ഉടനെ തന്നെ ആളൊക്കെ ഇരുന്നടുക്കുന്ന എണീറ്റ് നടുക്ക് ഇങ്ങനെ കൂടി നിൽക്കലും ഫുൾ ലൈറ്റ് മാറലും നമുക്കിത് ആദ്യമായിട്ട് കാണുന്നുണ്ട്. സംഭവം ഒന്നും തീർന്നിട്ടില്ല. പിന്നെയാണ് ഭഗവതി വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ഒരു ഭഗവതി വരുമ്പോഴേക്ക് ഇങ്ങനെ റെഡ് ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ചുറ്റുപാടും ഫുള്ള് ചോര നിറത്തിലായി. പിന്നെ ഇവിടുത്തെ തിക്കും തിരക്കും കാരണം നമുക്ക് ദേവീനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടുത്തെ പകുതിയാളും ഇതേപോലെ ഫോണും പൊക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ഫോണിൽ ദേവീനെ നല്ലോണം കാണാൻ കഴിയും. ഭക്തന്റെ ജീവനും സമ്പത്തും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവി ഉഗ്രരൂപിണിയായിട്ട് മാറിയതാണ് കേട്ടോ ഈ ഒരു തെയ്യത്തിന്റെ പിന്നിലെ കഥ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപാട് പിന്നെ സാധാ പോലെ തന്നെ ലൈറ്റ് ഒക്കെ ഓൺ. പിന്നെ ഭഗവതിക്ക് മുല്ലമാല ചാർത്തലും നേർച്ച കൊടുക്കലും അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.